കണ്ടോ, അയലോക്കത്തെ താത്ത ഇപ്പുറത്തെ വീട്ടിൽ വന്നിട്ട് എന്തോ സാധനം വാങ്ങാൻ വന്നതുകൊണ്ട് അവരോട് സംസാരിക്കാണേ. ഞാൻ വിചാരിച്ചത് ഈ വീടാണെന്നാണ് കേട്ടോ. പക്ഷെ ഇത് ഒരുപാട് പഴയ വീട്, അതിനകത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് പോലും തോന്നില്ല കണ്ടിട്ട്. ഇതിലങ്ങോട്ട് പോവുകയാണ് നമ്മൾ കേട്ടോ, ഈ സൈഡിൽ കൂടി. അങ്ങനെ അവിടെ ഉള്ളൊരു ഇത്താൻ്റെ അടുത്തുനിന്ന് ഈ അലി മുഹമ്മദിന്റെ നമ്പർ വാങ്ങിട്ടോ. ഇത് വളരെ ചെറിയ ഇടവഴിയായി പോയി. കുറച്ച് പ്രായമായ ഒരു സ്ത്രീ കേട്ടോ, ഒരു ചെറിയ ഇതുപോലത്തെ വള്ളത്തിൽ വന്നിട്ട് ഈ വള്ളത്തിൽ ഇരുന്നിട്ട് ഈ വെള്ളത്തിൽ തുണി അലക്കുന്നു. എന്തായാലും പുള്ളിയുടെ വീടൊന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിക്കുന്നു. ഞാൻ കരുത്തേ മച്ചിലി പക്കരുത്തേ 150 വർഷം പഴക്കമുള്ള വീടാണത്രേ. അദ്ദേഹം സമ്മതിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവിടെ പോയിട്ട് തന്നെ അറിയുള്ളൂ. ഇത്രയും ടോയ്ലറ്റ് വേസ്റ്റ് ഉണ്ടാവൂലേ, അതെന്തായിരിക്കും ചെയ്യുന്നതിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ പോയാണ്ട് കുറെ സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് കേട്ടോ ഈ പോകുന്നത്. എന്തൊരു സ്നേഹമാണ് പുള്ളിക്ക്. പിന്നെ ദാ പർവേസ് ബ്രോയുടെ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുക കേട്ടോ, അത് വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. ഓക്കെ, താങ്ക് യു. അവരും ഈ ഭാഗത്ത് താമസിക്കുന്ന കുറെ വീടുകളും ഷിയ കമ്മ്യൂണിറ്റി പെട്ടാണ് കേട്ടോ. 50ന്റെ മുകളിൽ വലിക്കുന്ന പറഞ്ഞത് 50 സിഗരറ്റ് ഒക്കെ ഒരു ദിവസം. ഇവിടെ നട്ട് വളർത്തുന്ന ഈ പച്ചക്കറികൾക്ക് ചില പ്രത്യേക ജൈവ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ. ടേസ്റ്റും ഡിഫറെന്റ് ആണെന്നൊക്കെ ഞാൻ വായിച്ചു. तू मेरा सच मैं तेरी कहानी 22 സ്ക്വയർ കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്ന ഒരു അത്ഭുത തടാകത്തിലെ ജീവിതം കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഞാൻ അഷ്റഫ് എക്സൽ, വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. അന്നൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, എല്ലാ ഹൗസ് ബോട്ടിന്റെ പുറകിലും ഹൗസ് ബോട്ടിന്റെ ആൾക്കാർ താമസിക്കുന്ന വീടുണ്ട് എന്ന്. ആ വീടാണ് കേട്ടോ ഇത്. ഇത് നമ്മുടെ സുഹൃത്ത് പർവേഷിന്റെ ഹൗസ് ബോട്ടാണ്. നമുക്ക് ഹൗസ് ബോട്ട് ന്യൂ താജ്മഹൽ. അവരുടെ ആ ബോട്ട് മുൻഭാഗത്താണ് ടൂറിസ്റ്റ് വരിക. പക്ഷേ അതിൻ്റെ പുറകിൽ ഇതൊക്കെ ഇവർ താമസിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ. പുള്ളി എന്നെ നിർബന്ധിച്ചിട്ട് റൂമിലൊന്ന് വിളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിളിച്ചോടുന്നതാണ്. അപ്പോൾ ഫുഡ് എനിക്ക് ശരിക്കും വേണ്ട, പക്ഷേ പുള്ളി വിളിച്ചപ്പോൾ ഞാൻ വെറുതെ അദ്ദേഹത്തിന് കൂടെ വന്നതാണ്. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 1.5 മണിക്കൂർ ആവുന്നേ ഉള്ളൂ. അവരുടെ മക്കളൊക്കെ ഉണ്ട്. ഹലോ. ഈ റൂമാണ് കേട്ടോ അവർ താമസിക്കുന്നത്. അവരുടെ കിച്ചണൊക്കെ ഇതിനകത്ത് തന്നെ ആയിരിക്കും. നമുക്ക് മുൻപിലൊന്ന് പോയിട്ട് വരാം. കണ്ടോ, നമ്മൾ ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ എപ്പോഴും നമ്മൾ അവിടെ മാത്രമേ കാണുള്ളൂ, അതിൻ്റെ പുറകിലേക്ക് ഇങ്ങോട്ട് കാണുന്നില്ല. കണ്ടോ, എല്ലാ ബോട്ടിൻ്റെയും പുറകിൽ ഇതുപോലത്തെ വീടുകളാണ്. ഇങ്ങനെ നടന്നു പോകുന്ന ഒരുപാട് ഫുട്പാത്തുകളുണ്ട് കേട്ടോ ഈ ലേക്കിൽ. ഇത് നന്നായിട്ട് ആടുന്നൊക്കെ ഉണ്ടല്ലോ. ഇവരുടെ ബോട്ട് പക്ഷേ ഇപ്പോൾ വർക്കിംഗ് അല്ല കേട്ടോ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓപ്പൺ അല്ല. കാരണം അതിനകത്ത് മെയിൻ്റനൻസ് നടക്കുകയാണ്. നമ്മൾ അവിടെ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഘാട്ട് നമ്പർ 1, 2 ഒക്കെ. അവിടെ നിന്ന് ഇങ്ങനെ ഷിക്കാരയിൽ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് നോർമലി ഹൗസ് ബോട്ടിലേക്ക് കയറുന്നത്. എന്നാലും പുള്ളി അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്യാണ്. പോയി നോക്കാം. ഇത് ഇവരുടെ കിച്ചണാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പർവേസ് ബ്രോ മട്ടൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇത് അദ്ദേഹത്തിൻ്റെ 2 സിസ്റ്റേഴ്സിൻ്റെ മക്കളാണ് കേട്ടോ. അവിടെ ചെറിയൊരു TV വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പർവേസ് ബ്രോയുടെ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഗാർലിക്. ഇത് കണ്ടോ, ഒരു വലിയ ഒരു ഒലക്കാണ് കേട്ടോ. അത് വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. അത് കൊള്ളാം. स्कूल नहीं आज? नहीं, लीव है? क्यों? ബീമാർ. ഓക്കെ. വയ്യാത്തോണ്ട് സ്കൂളിൽ പോയിട്ടില്ല. കണ്ടോ, ഇവരുടെ ഈ വിൻഡോയിലൂടെ നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ഹൗസ് ബോട്ടുകാരുടെ വീടും കാണാൻ കേട്ടോ. കണ്ടോ. ഓക്കെ. നേരത്തെ ആ വെളുത്തുള്ളി ചതച്ചതൊരു പാത്രത്തിലിട്ടാണ് കേട്ടോ. ഇത് കല്ലിന്റെയാണ്. അപ്പൊ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള സംഭവം ചതക്കാനുണ്ടെങ്കിൽ ഇതിനകത്തിട്ടാണ് ഇടിക്കുകയാണെന്ന് പുള്ളി എനിക്ക് പറഞ്ഞു തരാണ്. ടൂക്കൂർ. കശ്മീരീസ് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. പച്ചക്കറികൾ ഇട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിനകത്ത് ഇങ്ങനെ കാറ്റ് കടക്കുമല്ലോ, അതുകൊണ്ട് ഇത് കേടാവാതിരിക്കും. ചൂടിന് വേണ്ടി ഉപയോഗിക്കുന്ന കാങ്കിടിന്റെ സെയിം ആണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പർവേസ് ബ്രോ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എനിക്ക് ഈ ദാൽ ലേക്കിൻ്റെ അകത്ത് ഈ വാഹനങ്ങളൊന്നും ചെല്ലാത്ത വള്ളത്തിൽ മാത്രം പോകുന്ന ഈ ദാൽ ലേക്കിൽ ആ ഫ്ലോട്ടിംഗ് ലാൻഡുകളിലൊക്കെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ കൂടെ ഒരു ദിവസം പോയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവരുടെ ലൈഫൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ എന്നെ വിളിച്ചുകൊണ്ടുപോയിട്ട് പുള്ളിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ പോവാം, സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് സമയം എടുക്കും. അപ്പോൾ പുള്ളി തന്നെ എന്നോട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ പോയിട്ട് ആവശ്യത്തിനുള്ള ലഗേജൊക്കെ എടുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് ഫുഡും കഴിച്ചിട്ട് അവിടുന്ന് തന്നെ വെള്ളം എടുത്ത് പുറപ്പെടാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ റൂം പോയി അത്യാവശ്യം വേണ്ട ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ ഇവിടെ ആൾക്കാർ താമസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവർക്കൊക്കെ പക്ഷേ ഈ വഴി റോഡ് ആക്സസ് ഉണ്ട്. ഇങ്ങനെ റോഡ് ആക്സസ് ഇല്ലാതെ ഒരു ഐലൻഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ
ജീവിക്കുന്ന ആൾക്കാരുടെ ഏതെങ്കിലും ഒരു വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോകുന്നത് കേട്ടോ. ഞാൻ ആക്ച്വലി കുറച്ച് മുമ്പ് ഫുഡ് കഴിച്ചു, അപ്പോൾ എനിക്ക് വിശക്കില്ല. അപ്പോൾ പുള്ളിയും ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ വള്ളത്തിൽ പുറപ്പെടാം. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ ഓക്കെ ബാഗ് മുമ്പിൽ വെക്കാൻ പറയാണ് പുള്ളി. എനിക്ക് എന്താ പറയുക, ഈ റൂഫുള്ള വള്ളം ഇഷ്ടമല്ല കേട്ടോ. ഈ റൂഫുള്ള വള്ളത്തിൽ നമ്മളെ കാഴ്ചയൊക്കെ കുറേ പരിമിതപ്പെടുത്തും. അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ചുറ്റും. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞാണ് ഈ വെള്ളം മതി. അബി ഓക്കെ സംഗതി എനിക്കിപ്പോൾ അത്യാവശ്യം ദാലിലേക്കുള്ള റൂട്ടുകളൊക്കെ പഠിഞ്ഞിട്ടാ. കഴിഞ്ഞ ദിവസം നമ്മൾ പോയത് ആ റൂട്ടായിരുന്നേ. അപ്പോൾ എന്താ ഈ വഴി പോകണമെന്ന് വെച്ചപ്പോൾ ഇവിടെ മൂപ്പര് ഫ്രണ്ട് ഉണ്ട്, അവിടെ എന്തോ സാധനം എടുക്കാണ്ട് ഇത്ര, അതിനാണ് ഈ വഴി പോകണമെന്ന് പറഞ്ഞു. ഇത് കണ്ടോ, ഈ ഭാഗത്തെത്തിയപ്പോൾ ശരിക്കും ഒരു ഗ്രാമം തന്നെ കേട്ടോ. ഇവിടെ വീട് കണ്ടോ, ഈ ഭാഗത്ത് വീട്, അതിൻ്റെ ഇടയിൽ കൂടി നമ്മളിങ്ങനെ പോകുന്നു. എന്ത് രസമാണിത്. രസം മീൻസ് നമുക്ക് കാണുമ്പോൾ രസം, പക്ഷേ ഇവർക്ക് ലൈഫ് അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും കേട്ടോ. കണ്ടോ, ബൈക്ക് പാർക്ക് ചെയ്തതുപോലെ ഇവരുടെ മുമ്പിൽ ഇതേ ഒരു ശിക്കാര നിർത്തിയിട്ടേക്കണു. ഇതേ ഒരു വളരെ ചെറിയൊരു ഇടവഴി കേട്ടോ. ഇവിടുന്ന് കണ്ടോ, ഇനിയിപ്പോൾ ഈ വീട്ടിൽ നിന്ന് അപ്പുറത്തേക്കൊക്കെ പോകുന്നത് കണ്ടോ, ചെറിയ വഴികൾ. എന്താ കഥ. ഇതാ ഇവിടെ വലിയ വീടുണ്ട്. ഓ നോക്ക് ചെറിയ വഴി അപ്പുറത്തേക്ക് കിടക്കാൻ. അവിടെയും വീടുകൾ. അവിടെ താറാവൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ വഴി കൂടി ഞാൻ ആദ്യമായിട്ട് വരാം കേട്ടോ. ചെറിയ വഴികൾ, വളരെ ചെറിയ വഴികൾ. ദാ ഇവിടെ കണ്ടോ, ഒരു വീടിൻ്റെ മുൻഭാഗം ചെടികളൊക്കെ വെച്ചിട്ട് കണ്ടോ. ഇത് പക്ഷേ ഹോം സ്റ്റേ ആണ് കേട്ടോ. ഹോളിഡേ ഹോം എന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അത് ഹോം സ്റ്റേ ആണ്. ഇതാ ഇവിടെ വേറെ ഇത് എനിക്ക് തോന്നുന്നത് ഹൗസ് ബോട്ടാണോ സംശയമുണ്ട്. കണ്ടോ, നമ്മളിനി ഇതാ പുറത്തേക്ക് കിടക്കുകയാണ്. ഈ ചെറിയ ഇടവഴി കൂടി പോയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ പോയാണ്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് കേട്ടോ ഈ പോകുന്നത്. എന്താവും എന്നറിയില്ല. പനി മാനേജ് ആയ ഓക്കെ. എനിക്ക് കുറേ മുമ്പുള്ള സംശയമായിരുന്നു കേട്ടോ. ഇത്രയും ഹൗസ് ബോട്ടുകൾ, അതായത് ഈ ദാൽ ലേക്കിൽ അറൗണ്ട് 1200 ഹൗസ് ബോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്തൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ആൾക്കാർ താമസിക്കുകയും ചെയ്യും. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ താമസം, ഇത്രയും ടോയ്ലറ്റ് വേസ്റ്റ് ഉണ്ടാവും അല്ലേ, അതെന്തായിരിക്കും ചെയ്യുന്നതിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഈ വെള്ളത്തിലേക്ക് വിടാൻ ഗവൺമെൻറ് സമ്മതിക്കില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പുള്ളി പറഞ്ഞു തന്നത് അത് മൊത്തം ടാങ്കിൽ കളക്ട് ചെയ്യാൻ അത്ര, എന്നിട്ട് അവിടുന്ന് പമ്പ് ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഏതെങ്കിലും രീതിയിൽ സംസ്കരിക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആ റോഡ് സൈഡിൽ വെള്ളം കൊണ്ടുപോയിട്ട് അവിടെ കെട്ടിയിട്ടതിന് ശേഷം പുള്ളിയുടെ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയിട്ടോ. ഞാനൊരു 2 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം പുള്ളി വന്നിട്ട് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു. ഇതൊക്കെ നമ്മൾ കുറേ കാണിച്ചാണ്, അതുകൊണ്ട് ഞാൻ ഈ ഭാഗമൊന്നും കാര്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നില്ല. പോകുന്ന വഴിക്ക് നമ്മളൊരു റെസ്ക്യൂ ബോട്ട് കണ്ടു കേട്ടോ. അപ്പോൾ അത് സർക്കാരിൻ്റെ അല്ല, ഈ ഹൗസ് ബോട്ടിൻ്റെ അസോസിയേഷൻ ഉണ്ടല്ലോ, അവരുടെ അത്ര എന്തെങ്കിലും അപകടം ആർക്കെങ്കിലും എവിടെയും പറ്റിക്കഴിഞ്ഞാൽ അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ ആ ബോട്ടും കൊണ്ട് പെട്ടെന്ന് വന്ന് രക്ഷിക്കുന്നതാണ് പറഞ്ഞത്. അതിനാണ് റെസ്ക്യൂ ബോട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആ വെജിറ്റബിൾ മാർക്കറ്റ് കാണാൻ പോയ ഏകദേശം ആ റൂട്ടിൽ കൂടി തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ, നിറയെ ടൂറിസ്റ്റുകളുണ്ട്. ഇതാണ് ഓൾഡ് സിറ്റി. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വഴി പാസ് ചെയ്യുമ്പോൾ ഇരുട്ടാണ് കേട്ടോ. നമ്മൾ പുലർച്ചെയല്ലേ പോയത്, അപ്പോൾ കടകളൊന്നും തുറന്നിരുന്നില്ല. കണ്ടോ, ഇവിടെയൊക്കെ ഇപ്പോൾ ഈ കടകളൊക്കെ ഓപ്പൺ ആണ്. ഇതൊക്കെ പക്ഷെ നമ്മൾ മുമ്പ് കുറേ വീഡിയോകളിൽ പറഞ്ഞതും കാണിച്ചതൊക്കെയാണ് കേട്ടോ. ടൂറിസ്റ്റുകൾ ഇവിടെ ഇങ്ങനെ ഈ വള്ളങ്ങൾ നിർത്തിയിട്ട് അതിനകത്ത് കയറിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കും. ആൾക്കാർ ഇരുന്ന് ചൂണ്ടയിടുന്ന കണ്ടോ. എന്തായാലും ഈ ഷോപ്പ് കീപ്പേഴ്സ് ഇവിടെ ടൂറിസ്റ്റുകളെയും കാത്തിരിക്കല്ലേ. അപ്പോൾ ആളില്ലാത്ത സമയത്ത് ഒരു ചൂണ്ടയും കൈ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്കുള്ള മീൻചാറ് വെക്കാനുള്ള സാധനം കിട്ടുമല്ലോ. കേരള മലയാളം രസമാണല്ലേ, അങ്ങനെ സ്വന്തം കടേൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് അങ്ങനെ ചൂണ്ടയിട്ടിരിക്കാൻ. ഈ 2 കടകൾക്കിടയിലൂടെയുള്ള ഇടവഴി, അവിടെ ആ തലക്കൊരു ശിക്കാര കിടക്കുന്നുണ്ട്. അതൊക്കെ ഏതെങ്കിലും വീട്ടിലേക്കൊക്കെ ഉള്ള വഴികളായിരിക്കും. അതുപോലെ തന്നെ ഈ കടേൻ്റെ ഇപ്പുറത്ത് കണ്ടോ ഉള്ളിലേക്കൊരു വഴി, അവിടെ ഒരു ബോട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഓരോ വഴികളാണ് കേട്ടോ. യെസ് പച്ചക്കറി ചന്തയുടെ വീഡിയോയിൽ ഒരു ഫ്ലോട്ടിംഗ് ലാൻഡിനെ കുറിച്ച് പറഞ്ഞില്ലേ, കാണിച്ചില്ലേ. അപ്പോൾ ഇവിടെ ഒരു വലിയ ലാൻഡ് കണ്ടതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അത് ഫ്ലോട്ടിംഗ് ആണോ ചോദിച്ചാണ് കേട്ടോ പുള്ളിയോട്. ഓക്കെ ചെക്ക് അറിയാം. ഇത് നനക്കാൻ പറ്റുമോ ചോദിച്ചാട്ടോ പുള്ളീൻ്റെ അടുത്ത്. നമുക്ക് നനച്ചു നോക്കാം. നനയില്ല, നമ്മളെ ചേമ്പിൻ്റെ എല്ലിൻ്റെ പോലത്തെ സാധനമാണ് കണ്ടോ. ഓക്കെ ഫ്ലോട്ടിങ് ലാൻഡ് ഫ്ലോട്ടിംഗ് ഓക്കെ. ഈ ചെറിയ ഇതാണ് കേട്ടോ, ഇത് ഫ്ലോട്ടിംഗ് ആണ്. അതുപോലെ തന്നെ ബാക്കിൽ കാണുന്നത് ഫ്ലോട്ടിംഗ് ആണ്. ഇത് അതല്ലാത്ത നോർമൽ ലാൻഡാന്നാണ് പറഞ്ഞത്. ഇതൊരു വലിയ ജംഗ്ഷനാണ് കേട്ടോ. നമ്മളിപ്പോൾ ആ വഴിക്ക് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഈ കോർണറിൽ കടകളൊക്കെ ഉണ്ട്.
നമ്മളെ പെരിന്തൽമണ്ണ തീറ്റമുക്കൊക്കെ അല്ലേ അതുപോലത്തെ സ്ഥലം. അങ്ങോട്ട് വഴി പോകുന്നുണ്ട്. അവിടെയും ആ കോർണറിലും കടകളൊക്കെ ഉണ്ട്. ഈ വഴിക്ക് ഇങ്ങോട്ട് വഴി പോകുന്നുണ്ട്. കണ്ടോ, അവിടെയും കടകളുണ്ട്. കണ്ടോ, ആ വഴിക്കും ഒരു വഴി പോകുന്നുണ്ട്. അങ്ങനെ ഒരു 4 കൂടിയ ജംഗ്ഷനാണ്. നമ്മളിതാ ഈ വഴി അങ്ങോട്ട് പോവാണ്. 4 കൂടിയതല്ല കേട്ടോ, 6 8 ഒക്കെ കൂടിയ ജംഗ്ഷനാണ് കേട്ടോ. അതിലേറെയൊക്കെ ചെറിയ ചെറിയ വഴികൾ വേറെയും കുറേ ഉണ്ട്. കശ്മീർ വുഡ് എൻ്റർപ്രൈസസ് കേട്ടോ, അതാണ് ഷിക്കാര വള്ളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണത്. പോണ വഴിക്ക് ഇങ്ങനെ ചെറിയൊരു സ്ഥലത്തേക്ക് ഇങ്ങോട്ട് വണ്ടി കയറ്റിയിട്ട് കേട്ടോ. ഈ ഒരു ഇവിടെ ഒരു ലാൻഡ് ഉണ്ട്. പുള്ളി അങ്ങോട്ട് മൂത്രയിക്കാൻ വേണ്ടി പോയിക്കാണ്. അപ്പോഴാണ് ഞാൻ കാര്യം ശ്രദ്ധിച്ചിട്ടോ, ഇവിടെ ഒരു മരങ്ങുണ്ടോ, ഇത് കണ്ടോ, ഇത് ശരിക്കും അതിൻ്റെ ഇലകൾ കണ്ടാലും അതിന്മേൽ കായുണ്ട്. അത് കണ്ടാലും നമ്മളെ മൾബറി പോലെ ഉണ്ട്. അത് മൾബറി ആണോ അത് ഇനി വേറെ ഏതെങ്കിലും ബെറി ആണോ എന്ന് അറിയില്ല. പുള്ളി വരുമ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം. മീഠായി? ഓ ഓക്കെ ഓക്കെ. തുൾ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഇറ്റ്സ് ഗോഡ്സ് ഗിഫ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് മൾബറിൻ്റെ ലുക്ക് ഉണ്ട്. ചിലപ്പോൾ ആ ഫാമിലി പെട്ടായിരിക്കും. തുൾ എന്നാണ് ഇവർ പറയുന്നത്. അതിപ്പോൾ കഴിക്കാൻ പറ്റില്ല, അത് ആയിക്കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. ഇത്രയും നല്ല മധുരം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു പക്ഷി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കുറേ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരാണ് ജൽമുർഗി. ജൽമുർഗി എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് കുളക്കോഴി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷേ അത് നമ്മുടെ കുളക്കോഴിനെ പോലെ അല്ലല്ലോ. നമ്മളിങ്ങനെ പോകുന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നുള്ള കാര്യം കൺഫേം അല്ല കേട്ടോ. പുള്ളിക്ക് അറിയുന്ന ഒരാളുണ്ട്, അലി മുഹമ്മദ്. അദ്ദേഹം സമ്മതിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവിടെ പോയിട്ട് തന്നെ അറിയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കറക്റ്റ് സ്ഥലം പുള്ളിക്ക് അറിയില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന 2-3 പേരോട് ചോദിച്ചിട്ട് നമ്മൾ ആ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മുമ്പ് വെജിറ്റബിൾ മാർക്കറ്റ് കാണാൻ വന്നില്ലേ, ആ സ്ഥലത്ത് എത്തിട്ടോ. ഒരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പ് അടഞ്ഞു കിടക്കായിരുന്നു. അപ്പോൾ ഒരു ഇത്താനെ അവിടുന്ന് വിളിച്ചു വരുത്തിയിട്ട് ആ ഷോപ്പ് ഇപ്പോൾ തുറപ്പിച്ചതാണ് സിഗരറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇത് നല്ല വലിയാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ എത്തുന്നത് വരെയും ഒന്നിന്ന് മറ്റൊന്നിങ്ങനെ കത്തിച്ചിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പാണ്. എന്തല്ലേ, എനിക്ക് ഭയങ്കര സഹതാപം തോന്നും ഈ ഭയങ്കരമായിട്ട് സിഗരറ്റ് അടിക്കുന്ന ആൾക്കാർ. പുള്ളി അടുത്ത് കത്തിച്ചു കേട്ടോ. അതായത് ഈ പറഞ്ഞ അലി മുഹമ്മദിൻ്റെ വീട് ഇദ്ദേഹത്തിന് അറിയില്ല. ഇപ്പോൾ ആ ഷോപ്പിലത്തെ ആൾക്കാരടുത്തും ചോദിച്ചു, അവർ പറഞ്ഞു കൊടുത്തു. ഇവിടെ കുറേ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ടേ. പറഞ്ഞിട്ടും പുള്ളിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആ ഷോപ്പിലുണ്ടായിരുന്നൊരു കുട്ടി, ഒരു പയ്യൻ, അവന് പറഞ്ഞു വിട്ടേക്കാണ് നമുക്ക് വഴി കാണിക്കാൻ. ഇവിടം വരെ ഞാൻ വന്നിട്ടുള്ളൂ കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ അവിടുന്ന് ക്രോസ് ചെയ്തിട്ട് വീണ്ടും ഒരു പോക്കറ്റ് റോട്ടിൽ കൂടി കയറി പോവാണ്. ഈ വഴിക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോണത്. क्या करता है? मछली पकड़ता है? मिला? हाँ, कितना मिला? 2 बड़ा वाला? ഗുഡ് ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ കുറേ വലിയ വീടുകളൊക്കെ ഉണ്ട്. ചില വീടുകളൊക്കെ കംപ്ലീറ്റ് മരം കൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷേ ചില വീടുകളൊക്കെ ഈ കല്ലും സിമെൻറ്റൊക്കെ വെച്ചുണ്ടാക്കിയതും കണ്ടു കേട്ടോ. അതൊരു പക്ഷേ നല്ല ഉറപ്പുള്ള ലാൻഡ് ഉള്ളത് കൊണ്ടായിരിക്കാം. ഈ മരത്തിൻ്റെ വീടുകൾ മിക്കവാറൊക്കെ ഈ കാലുകൾ നാട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ്. ഇവിടെ കണ്ടോ അവിടുത്തെ വീടുകളെയും ഇവിടുത്തെ വീടുകളെയും തമ്മിൽ കണക്ട് ചെയ്യാൻ അവർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള പാലങ്ങൾ, ഇങ്ങനത്തെ കുറേ പാലങ്ങളും നമ്മൾ വരുന്ന വഴിക്ക് കാണും. മുസ്തഫ, അദ്ദേഹം ഒരു മുസ്തഫാനെ അറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ മുസ്തഫാനെ ഞാൻ അറിയില്ല. പക്ഷേ പുള്ളി വേറൊരു കാര്യം പറഞ്ഞു, ഇവിടെ ഒരു 250 വർഷം പഴക്കമുള്ള വീടുണ്ട് ഇത്രേ, പുള്ളിയുടെ വീട് തന്നെ. അത് കാണണോ ചോദിച്ചു. ഓക്കെ, താങ്ക് യു. പുള്ളി നിർബന്ധിക്കുന്നുണ്ട് നല്ലോണം. അപ്പം നമുക്ക് പുള്ളിയുടെ വീടൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. പുള്ളി ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. പുള്ളി സമാധാനം തരുന്നില്ല. പോയോക്കാം. ഈ ഭാഗം ഞാൻ ചവിട്ടിയപ്പോൾ താഴ്ന്നു പോയി. അത് കണ്ടോക്കി. നമ്മളെ കൊണ്ടുവന്ന ആൾക്ക് ചെറിയൊരു ശങ്ക ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ ആളെ പുള്ളി അറിയില്ല. അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ചു പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ആകെ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. പാലൊക്കെ പഴയ പാലാന്ന് തോന്നുന്നുണ്ട്. ഇയാള് കുറച്ചധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നു. നമ്മളെ കൊണ്ടുവന്ന ആൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, പോണോ പോണ്ടേ എന്നുള്ളത്. എന്തായാലും പോയി നോക്കാം. പോയി നോക്കാതെ ഇപ്പൊ കൺഫ്യൂഷൻ തീരൂലല്ലോ. ഇത് കണ്ടോ, ഈ പാലം കടന്ന് ഇങ്ങോട്ട് എത്തിയപ്പോ ഇവിടെ കുറച്ച് വലിയ വീടുകളൊക്കെ ഉണ്ടോ. ഇതൊരു വലിയ തുരത്ത് ഐലൻഡാണ് തോന്നുന്നുണ്ട്. കണ്ടോ, ഓ ഇതാണ് കേട്ടോ ഭീകരമായ വീട്, വലിയ വീട്. 150 ഇതാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞ വീട്. നോക്കിയേ, എന്തുമാതിരി വലിയ വീടാറ്. ഞാൻ അതിന്റെ അവിടെ പോയിട്ട് എടുക്കാൻ നോക്കിയപ്പോൾ കിട്ടുന്നില്ല, ഒതുങ്ങുന്നില്ല ഫ്രെയിമിനകത്ത്. ഇത് 150 വർഷം പഴക്കമുള്ള വീടാണ് ഇത്രേ. നമ്മളപ്പോൾ വിളിച്ചു കൊണ്ടുവന്ന ആ ആളുടെ വീടാണ്. ഏകദേശം 50ഓളം വീടുണ്ട് ഇത്ര കേട്ടോ ഈ ഒരു കരയിൽ.
അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പള്ളിയുണ്ട് ഇവിടെ. ചുടുകട്ടകളാണ് കേട്ടോ, ഇഷ്ടികയാണ്, പിന്നെ മരമുണ്ട്, ചുമരിൽ അങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട്. തണുപ്പ് കാലത്ത് ചൂടും ചൂട് കാലത്ത് തണുപ്പും തരും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് കേട്ടോ. ഈ വീടിൻ്റെ അകത്ത് നമുക്ക് എന്തായാലും അകത്ത് പോയി നോക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു കോണി കയറി പോകുന്ന കേട്ടോ, അപ്പോൾ ലൈറ്റില്ല, ഫോണിൻ്റെ ലൈറ്റിലാണ് പോകണം കേട്ടോ. നമ്മളവിടെ ജസ്റ്റ് ഒന്ന് കണ്ടു, പക്ഷെ നമ്മുടെ കൊണ്ടുപോയ സുഹൃത്തിനൊരു സമാധാനമുള്ള കേട്ടോ. പുള്ളി ഇങ്ങനെ അസ്വസ്ഥനാണ്. അപ്പോൾ പിന്നെ ഞാൻ അധികം സമയം അവിടെ നിന്നില്ല, അവിടെ നിന്ന് വേഗം ഇറങ്ങി. ഓക്കെ ബ്രദർ, താങ്ക് യു. ഓക്കെ 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 താങ്ക് യു. പുള്ളി ഒരു രക്ഷയില്ല കേട്ടോ, നിർബന്ധിച്ച് കൊണ്ടുപോയാണ്ട് കാണിച്ചു തന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷെ വീടിന്റെ അകത്ത് അങ്ങനെ ഒരുപാടൊന്നും നമ്മൾ പോയില്ല. നമ്മൾ അന്വേഷിച്ചു വന്ന ആള് വീട്ടിലില്ലത്രേ, അപ്പൊ അയാള് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നു പറഞ്ഞു. എന്തായാലും നമുക്ക് പുള്ളി വരുന്നവരെ വെയിറ്റ് ചെയ്യണം, വേറെ മാർഗമല്ല. ആ ഓക്കെ 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 നമ്മൾ അവിടുന്ന് പുറപ്പെട്ടിട്ടും പുള്ളി നമ്മളെ വിടുന്നില്ല കേട്ടോ. ഇദ്ദേഹത്തിന് പുള്ളിനെ പിടിച്ചിട്ടില്ല കേട്ടോ, പുള്ളി കുറച്ച് ഓവറാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എനിക്കും തോന്നി. അപ്പോൾ എന്തായാലും നമ്മൾ തേടി വന്ന ആൾ വരുന്നത് വരെ ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങി നടക്കാമെന്ന് പറഞ്ഞിട്ടോ പുള്ളി. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ പോയ ടീമില്ലേ, അവരിവിടെ കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്, പുള്ളി എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. അയ്യാ ഓക്കെ, ആ വെള്ളത്തിൽ പായൽ പോലത്തെ സംഭവം കണ്ടോ, അതെടുത്തിട്ട് ഈ കരയിലേക്ക് ഇട്ടിക്കാണേ. അതായത് അവർ ഈ വെള്ളത്തിൽ നിന്ന് ഈ സംഭവം കളക്ട് ചെയ്തിട്ടോ, ആ പായൽ പോലത്തെ സംഭവം കളക്ട് ചെയ്തിട്ട് ഇവിടെ ഈ മണ്ണിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഓരങ്ങളിൽ ഇങ്ങനെ വെക്കും കേട്ടോ. അതിനകത്താണ് ഇവർ പച്ചക്കറി നടുന്നത് കേട്ടോ. കണ്ടോ ഇവിടെ കണ്ടോ കുറേ ഐറ്റംസ് കൃഷി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആ സാധനത്തിനകത്താണ് നട്ടേക്കണത്. കണ്ടോ ഗാർലിക്. ആ ഓക്കെ ഓക്കെ ഓക്കെ. കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഒരുപാട് ഐറ്റംസ് ഇവർ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കൂടുതൽ കാണുന്നില്ലേ, അത് നമ്മുടെ മിന്റാണ് കേട്ടോ, പുതിനയാണ്. भैया भैया एक दिन में नहीं एक दिन में कितना सिगरेट पीता है, कितना पीता है एक दिन में? നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ 50ന്റെ മുകളിൽ വലിക്കുന്ന പറഞ്ഞത്. 50 സിഗരറ്റൊക്കെ ഒരു ദിവസം. ഇറങ്ങുമ്പോൾ കുറച്ച് പാടായിരിക്കും. അയ്യോ, അതെ, നല്ല ഹൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ വെള്ളം ഒരു പോക്കം അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ ഈ ഇടവഴിയിൽ നിന്ന് അങ്ങോട്ട് മറ്റേ റോട്ടിലേക്ക് കയറാൻ കേട്ടോ. ആ പുള്ളിക്കാരൻ എപ്പോഴാണ് വരികയെന്നാവും. आप लोग शिया का घर से नहीं खाता है? वो लोग कैसे है? पता है कैसा है वो भी ऐसा कलमा हर एक कोई है. നമ്മളിപ്പോൾ പോയില്ല ഒരു വലിയ പഴയ വീട്ടിൽ, അവരും ഈ ഭാഗത്ത് താമസിക്കുന്ന കുറേ വീടുകളും ഷിയ കമ്മ്യൂണിറ്റി പെട്ടാണ് കേട്ടോ. നമ്മളെ കൊണ്ടുപോകുന്ന ഈ സുഹൃത്ത് സുന്നി വിഭാഗമാണ്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണെന്നറിയോ, ഇവർ ഈ സുന്നി വിഭാഗക്കാർ ഷിയ വിഭാഗക്കാരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ലത്രേ. എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ പുള്ളി പറഞ്ഞത് അങ്ങനെയാണ് കേട്ടോ. ആ അറിവ് എനിക്കുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു തിരിച്ച്, അവർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കുക ചോദിച്ചു. അപ്പോൾ അത് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഒരു പുള്ളിക്കാരൻ കണ്ടോ അരിച്ചാക്ക് കൊണ്ട് പോകണു, കടയിൽ പോയിട്ട് അരി വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. കുറച്ച് താറാവുകൾ കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മളിങ്ങനെ ഇവിടെ ഓരോ റോട്ടിൽ കൂടി ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കാൻ കേട്ടോ. പുള്ളി ഇങ്ങനെ തുഴയുന്നുണ്ട്, അതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളായതുകൊണ്ടേ ബോറടിക്കുന്നില്ല. നമ്മൾ നേരത്തെ അവിടെ കൃഷി സ്ഥലത്ത് പോയില്ലേ, അവിടെ ഒരു ഇത്ത ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം വേറെ തെരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് കുറച്ച് പ്രായമുള്ളൊരു ആൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പുള്ളീൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ശരിക്കും കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. നമുക്ക് അവിടെ കയറാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ, അവിടെ ഈസി ആയിട്ട് കയറാൻ പറ്റും. ഓക്കേ അച്ഛാ, अस्सलाम वालेकुम. क्या क्या सब्जी बनाता है? सब कुछ है. അത് കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഈ വെള്ളത്തിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഈ സാധനം എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ ഒരു വരമ്പ് പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ. കണ്ടോ പുള്ളി അതിങ്ങനെ കൊണ്ടുപോയിട്ട്, നല്ല പ്രായമുള്ള ആളാണ് കേട്ടോ. അവിടെ വരമ്പ് പോലെ ഉണ്ടാക്കുന്നുണ്ടോ, അതിൻ്റെ മുകളിലൊക്കെ ഇനി പച്ചക്കറി നടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പർവേഷ് ബ്രോ പുള്ളിനെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പശ്ചാത്തലം നോക്കിയേ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ചെറിയൊരു ലാൻഡുള്ളൂ കേട്ടോ, ഒരു പീസ് ഓഫ് ലാൻഡുള്ളൂ പുള്ളിക്ക്. പക്ഷെ അവിടെ പുള്ളി ഒരുവിധം എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കുന്നുണ്ട് ഇത്രേ. ഈ വരമ്പിൻ്റെ മുകളിൽ എന്തോ ഒരു സംഭവം നട്ടിട്ട് അത് മുളച്ച് വന്നത് കണ്ടോ. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ മത്തനും കുമ്പളങ്ങയൊക്കെ അല്ലേ, കുമ്പളങ്ങൻ്റെയൊക്കെ ഇല പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അതാണോന്നറിയില്ല. എന്തായാലും ഇങ്ങനെയാണ് അവർ നടുന്നത്. ഞാൻ ജസ്റ്റ് ഓൺലൈനിൽ വായിച്ചതാണേ, ഇവിടെ നട്ട് വളർത്തുന്ന ഈ പച്ചക്കറികൾക്ക് ചില പ്രത്യേക ജൈവ ഗുണങ്ങളുണ്ട് ഇത്ര കേട്ടോ. ടേസ്റ്റും ഡിഫറെൻ്റ് ആണെന്നൊക്കെ ഞാൻ വായിച്ചു. പർവേഷ് പ്രോ ഉഷാറാണ് കേട്ടോ. പുള്ളിയുടെ കൂടെ അങ്ങനെ കുറേ നേരമായിട്ട് പുള്ളിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ആ ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പോഴാണ് കാര്യങ്ങൾ ഒരുവിധം കത്തി വരുന്നത് കേട്ടോ. നമ്മളവിടെ കണ്ടില്ലേ ഇങ്ങനെ ആ കായലിൽ നിന്ന് കളക്ട് ചെയ്ത പായൽ കൊണ്ട് ഉണ്ടാക്കിയ ഉണ്ടൻ്റെ അകത്ത് വിത്തിട്ടിട്ട് അത് മുളപ്പിച്ചിട്ട് അത് പിന്നെ ഈ വരമ്പിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. കണ്ടോ, അതാണ് സംഭവം. ഇനി ഇതിൻ്റെ സൈഡിലും കൂടിയും ഈ സാധനം ഇങ്ങനെ ഇടുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളാണ് രാവിലെ നമ്മളാ കണ്ട വെജിറ്റബിൾ മാർക്കറ്റിൽ, ഫ്ലോട്ടിംഗ് വെജിറ്റബിൾ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നത്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ആ തൈയിൻ്റെ ആ സംഭവം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റും ആ തൈയിൻ്റെ മുകളിലേക്ക് വരാത്ത രീതിയിൽ ഈ പായൽ അത് വീണ്ടും വെച്ച് കൊടുക്കുകയാണ്. ഇതിനകത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും മണ്ണ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. മണ്ണിലേ അല്ല അത് വളരുന്നത്. കണ്ടോ, മണ്ണില്ലെങ്കിലും അതിനാവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടാവും. കാശ്മീരി മേ ക്യാ പോലെ ലേർ ഓക്കെ ഓക്കെ, കശ്മീരി ഭാഷയിൽ ലേർ എന്നാട്ടോ പറഞ്ഞത്. ഞാനിത് എന്താ ചോദിച്ചപ്പോൾ എനിക്കത് കണ്ടിട്ട് മനസ്സിലായില്ല. ഖേരാന്നും പറയുന്നുണ്ട്, അത് ഉറുദു വേർഡാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അത് കുക്കുംബർ എന്നാണ് കാണിക്കുന്നത്. ഇനി സമ്മർ അല്ലേ, അപ്പോൾ കുക്കുംബറിനൊക്കെ നല്ല ഡിമാൻഡായിരിക്കും എന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. വേറെ ആൾ കണ്ടോ ലേക്കിൽ നിന്ന് ആ സാധനം കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ ചാച്ചയുടെ മകനും വന്നു കേട്ടോ. പുള്ളിയും കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇവിടെ ഒരു പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു തരത്തിലുള്ള വളവും ഈ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല അത്രേ. ഇവിടുന്ന് കിട്ടുന്ന ഈ സംഭവം തന്നെ അത്ര ഇവരുടെ ഏക വളം. പക്ഷേ നന്നായിട്ട് ഉണ്ടാകുന്ന പറഞ്ഞത്. ഇവിടുന്ന് ഞാൻ ചോദിച്ചു എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ടുപോയി ഈ മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം കിട്ടുമോ ചോദിച്ചിട്ടോ. അപ്പോൾ പറയാണ് എല്ലാ സമയത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഈ സ്ഥലം മാത്രമല്ല അത്രേ, അതിൻ്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലം കൂടി അവർക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാണുന്ന പുല്ല് വളർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ലാൻഡാണെന്ന്. ഫ്ലോട്ടിംഗ് ലാൻഡുകളാണ്, ഫ്ലോട്ടിംഗ് ഗാർഡൻ. ആ പുല്ലൊക്കെ വെട്ടിയിട്ട് അവിടെയും കൃഷി ചെയ്യും. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നിൽക്ക് ഇതുപോലത്തെ ഓരോ കമ്പ് കുത്തിയത് കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ കമ്പ് കുത്തിയത് ഈ ഫ്ലോട്ടിംഗ് ഭാഗം ഒഴുകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ ഈ കമ്പ് കാണുന്നത് ഇങ്ങനെ ലൈനായിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഓരോ ആൾക്കാരുടെയും സ്ഥലത്തിൻ്റെ ബോർഡറാണ് അത്രേ. അവിടെയൊക്കെ കുറേ കമ്പുകൾ കാണാം. അപ്പോൾ ഈ ഭാഗത്ത് കാണുന്ന കുറേ സ്ഥലം ഈ കാണുന്ന ഇതൊക്കെ ഇവരുടെയാണ്. അപ്പോൾ അവിടെയൊക്കെ അവർ കൃഷി ചെയ്യൂത്രേ. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുല്ലൊക്കെ കട്ടിയിട്ട് അവിടെയൊക്കെ തക്കാളി തൈ വെക്കൂത്രേ. പുള്ളിക്കൊരു മടി. ഇദ്ദേഹം ചാച്ചാൻ്റെ മകനാണ് കേട്ടോ. ഞാൻ അബ്ബാസ്. പുള്ളി ബികോം പഠിക്കുകയാണ്. പുള്ളി വന്നപ്പോൾ വേറെയും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി കേട്ടോ. അതായത് നമ്മൾ ദാൽ ലേക്ക് എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1.5 ലക്ഷത്തോളം ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ ലേക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്തിനും ഓരോ പേരുണ്ട് കേട്ടോ. एक मोहल्ला है ना, मोहल्ला बताए टिंडा मोहल्ला, दूसरा मोहल्ला का थोड़ा नाम बताओ. गुच्ची मोहल्ला, അക്കുൻ മോഹല്ല. ഓക്കെ ഓക്കെ. അങ്ങനെ ഓരോരോ മൊഹല്ലകളാണ് അത്രേ. കുറച്ച് വീടുകൾ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു പേര്, അതാണ്. ഓക്കെ ബ്രദർ, ബൈ. താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്തൊരു സ്നേഹാണ് പുള്ളിക്ക്. നമ്മളെ ബ്രോ ഭയങ്കര പരോപകാരിയാണ്. ഇവിടെ വന്ന് നിന്ന് ഈ കുറച്ച് സമയത്തിനുള്ളിൽ ആ ചാച്ചാനെ കൊണ്ട് ഒരു 4 or 5 സിഗരറ്റ് വലിപ്പിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. അതിന് ശേഷം പോകുന്ന പോക്കിൽ വീണ്ടും ഒരെണ്ണം കൊടുത്ത്. ശരിക്കും ഇദ്ദേഹം പരോപകാരി തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയം മുഴുവനും ഇദ്ദേഹം അദ്ദേഹത്തിന് ചാച്ചാനെ സഹായിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ മാത്രമല്ല ഇന്നലെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ആരെ കണ്ടാലും അവർക്ക് ഭയങ്കര സഹായങ്ങൾ, അങ്ങോട്ട് എടുത്ത് ചാടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നൊരു മനുഷ്യനാണ്. ആരും ഒന്നും പറയാതെ തന്നെ ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനാണ്. അടിപൊളിയാട്ടോ. ഞങ്ങൾ അവിടുന്ന് പോരുമ്പോഴേ ഒരു കുറച്ച് പ്രായമായ ഒരു സ്ത്രീ കേട്ടോ ഒരു ചെറിയ ഇതുപോലത്തെ വള്ളത്തിൽ വന്നിട്ട് അവരുടെ തുണികളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് അലക്കുന്നു. ഈ വള്ളത്തിലിരുന്നിട്ട് ഈ വെള്ളത്തിൽ തുണി അലക്കുന്നു. അപ്പം ഞാൻ ചോദിച്ച്, അവരുടെ വീട്ടിൻ്റെ മുമ്പിലും ഇതേപോലെ വെള്ളം ഉണ്ടല്ലോ, ക്ലീൻ ഇസ്ലിയേ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ ചിലപ്പോൾ ക്ലീൻ ആയിരിക്കില്ല, അതല്ലെങ്കിൽ ഈ പായലുണ്ടല്ലോ അത് ഒരുപാടുണ്ടാവും. അതുകൊണ്ടാണ് അത്രേ. അതുകൊണ്ട് തുണികളൊക്കെ ഒരു പാത്രത്തിലിട്ടിട്ട് വന്നിട്ട് ബക്കറ്റിലിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ വള്ളത്തിലിരുന്നിട്ട് തുണി അലക്കുക. എന്തായാലും അതെ 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 അതെ. അതായത് എന്നോട് ഡയമണ്ട് വേണോ ചോദിക്കുകയാണ്. സാധാരണ ഇവിടെ കുറേ ഇങ്ങനത്തെ കച്ചവടങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞേ എനിക്ക് ഡയമണ്ട് വേണ്ടാന്ന്. അപ്പോൾ പുള്ളി ഇതാ ഒരു താമരൻ്റെ ഇല എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി തന്നു. കണ്ടോ, ഫ്രീ ഓഫ് കോസ്റ്റ്. യെസ് യെസ് യെസ്, ഫ്രീ ഓഫ് കോസ്റ്റ് ഡയമണ്ട്. നമ്മൾ തേടി വന്ന അലി മുഹമ്മദ് ഇതുവരെ വന്നില്ല കേട്ടോ.
ഇദ്ദേഹം പറയാണ് നമുക്ക് തിരിച്ചു പോവാം, 1 മണിക്കൂർ തുഴയണം, എന്നിട്ട് അദ്ദേഹത്തിനെ നോക്കിയിട്ട് അവിടെ തെരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരാമെന്ന്. ഈ ഫോണിന്റെ പരിപാടി ഇദ്ദേഹത്തിന് ഇല്ല കേട്ടോ. ഇദ്ദേഹത്തിന്റെ ഫോണ് കുറച്ച് മുമ്പ് വെള്ളത്തിൽ വീണ് പോയത്, അത്ര അതിന് ശേഷം ഫോണില്ലാന്ന്. അപ്പൊ ഞാൻ പറയാം, ഈ അലി മുഹമ്മദിന് ഫോൺ ഉണ്ടാവുമല്ലോ, അപ്പൊ ഇവിടെ ആരോടത്തേനും സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങി വിളിച്ചാൽ പോരെ, നമ്മളിനി 1 മണിക്കൂർ അങ്ങോട്ടും പിന്നെ 1 മണിക്കൂർ ഇങ്ങോട്ടും തുഴയണ്ടല്ലോ. പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അവസാനം ഞാൻ പുള്ളിനെ നിർബന്ധിച്ചിട്ട് ഇതേ ഈ വഴിയാണ് കേട്ടോ അലി മുഹമ്മദിന്റെ വീട്ടിലേക്ക് പോവാ, നമുക്ക് ആ ഭാഗത്തൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്തേക്ക് വീട്ടിലൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് നമ്പർ ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് വിളിച്ചു നോക്കാം. ഞാൻ വിചാരിച്ചത് ഈ വീടാണെന്നാണ് കേട്ടോ. പക്ഷെ ഇത് ഒരുപാട് പഴയ വീട്, അതിനകത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് പോലും തോന്നില്ല കണ്ടിട്ട്. അപ്പോൾ പക്ഷെ ഇതല്ല, ഈ വഴി അങ്ങോട്ട് പോവാണ് കണ്ടോ, ഇതിലങ്ങോട്ട് പോവാണ് നമ്മൾ കേട്ടോ, ഈ സൈഡിൽ കൂടി. ആ വീടുമ്പോൾ അങ്ങനെയൊക്കെ അമർത്താൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അതൊരുപാട് പഴയതുപോലെ ഉണ്ട് കണ്ടിട്ട്. അപ്പുറത്തെ വീട്ടിൽ ആരോ ഉണ്ട്. അങ്ങനെ അവിടെ ഉള്ളൊരു ഇത്താൻ്റെ അടുത്തുനിന്ന് ഈ അലി മുഹമ്മദിൻ്റെ നമ്പർ വാങ്ങിയിട്ടോ. ഇനി നമുക്ക് പോവാം, ഇനി അദ്ദേഹത്തെ വിളിച്ചു നോക്കാം. ഇത് വളരെ ചെറിയ ഇടവഴിയായിപ്പോയി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ബൈക്കും സൈക്കിളും ഒക്കെ മാത്രം പോകുന്ന വഴികളുണ്ടാവില്ലേ, അതുപോലത്തെ ചെറിയ വഴിയായിപ്പോയി. നിരാശയാണ്, നിരാശ. നമ്മുടെ അലി മുഹമ്മദ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചിട്ടില്ല കേട്ടോ. പുള്ളീൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു തന്നെ നമുക്ക് അവിടെ ഒരു വീട്ടിൽ പോയി താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഒക്കെ സെറ്റാക്കാന്ന് പറഞ്ഞു. പുള്ളി ആത്മാർത്ഥമായിട്ട് പറയുന്നതന്നെ കേട്ടോ, വെറുതെ പറയുന്നതല്ല. പക്ഷെ അപ്പം തന്നെ പറഞ്ഞു നമുക്കൊന്ന് വിളിച്ച് നോക്കിയിട്ട് പോയാൽ പോരെയെന്ന്. അപ്പോൾ പുള്ളി പറയാം വിളിച്ച് നോക്കാൻ എൻ്റെ അടുത്ത് ഫോണൊന്നുമില്ല, നമ്പറൊന്നുമില്ല, നമുക്ക് പോയാൽ സെറ്റാവുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംഗതി നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടിയും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാര്യം അവിടെ സംസാരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് ലേറ്റായിട്ട് എത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്കിനി നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല, വേറെ ഇപ്പം എന്താ നടക്കാൻ നോക്കാം. ഇതേ നമ്മൾ വന്നപ്പോൾ കണ്ട കടയിലുണ്ടോ അത്യാവശ്യം കസ്റ്റമേഴ്സ്. ഒരു ഉപ്പാപ്പ എന്തോ ഒരു സാധനം വാങ്ങിയിട്ട് ബോട്ടിലിങ്ങനെ പോവാൻ കേട്ടോ. പുള്ളീൻ്റെ സിഗരറ്റ് കഴിഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ. വീണ്ടും കടയിൽ നിർത്തി. ഇയാൾക്ക് എന്ത് വലിയ വലിക്കുന്നത്? കാശ്മീർ സിഗരറ്റ്, കേരള ഇടുക്കി ഗോൾഡ് എന്ന്. ആള് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇടുക്കി ഗോൾഡ് ഇതന്നെ ഞാൻ വിശ്വസിച്ച തന്നെ. കണ്ടോ അയലോക്കത്തെ താത്ത ഇപ്പുറത്തെ വീട്ടിൽ വന്നിട്ട് എന്തോ സാധനം വാങ്ങാൻ വന്നതുകൊണ്ട് അവരോട് സംസാരിക്കുകയാണേ. പുള്ളി വേറെ ഓപ്ഷൻ പറയുന്നുണ്ട്. പുള്ളിയുടെ കയ്യിൽ ടെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ചു പോയിട്ട് വീട്ടിൽ പോയിട്ട് ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും പിന്നെ ഗ്യാസും സ്റ്റൗവും ഒക്കെ എടുത്ത് വന്നിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഫ്ലോട്ടിംഗ് ലാൻഡിൽ ടെൻ്റ് അടിച്ചിട്ട് നമുക്ക് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് രാത്രി അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് പുള്ളി പറയുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് അതല്ലായിരുന്നു, ഒരു വീട്ടിലെ ലൈഫ് കാണാൻ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പുള്ളി വിചാരിച്ചത് എനിക്ക് ഇതിനകത്ത് താമസിച്ചാൽ മതി എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് പുള്ളി ആ ഓപ്ഷൻ പറഞ്ഞത്. പാവം ഞാൻ ബാഗൊക്കെ എടുത്ത് വന്നിട്ട് ഉദ്ദേശിച്ച പോലെ നടന്നില്ല. അല്ലെങ്കിലും ഇതൊന്നും അങ്ങനെ ഉദ്ദേശിച്ച പോലെ ഈസിയായിട്ട് നടക്കുന്ന കാര്യമല്ല. നമുക്കൊരു പ്രതീക്ഷ വെക്കാമെന്നേ ഉള്ളൂ. ഇവിടെ കണ്ടോ ഒരു സംഗതി ഉണ്ടോ, കാല് നാട്ടിയിട്ട് ഇങ്ങനെ കയറ് കെട്ടിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്കൊക്കെ ഇങ്ങനെ കുറേ ബോട്ടുകൾ പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഭാഗത്ത് താമര കൃഷി ചെയ്യുന്നതാണ്, ലോട്ടസ് കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ബോട്ട് പോകുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടി പോയി കഴിഞ്ഞാൽ നശിക്കൂലേ, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ബോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അടയാളം വെച്ചതാണ് ആ കയറ് കെട്ടിയിട്ട്. നമ്മൾ തിരിച്ചു വരുമ്പോൾ കണ്ടോ ഈ മാർക്കറ്റിൻ്റെ ഭാഗത്ത്, ഓൾഡ് മാർക്കറ്റിൻ്റെ ഭാഗത്തൊക്കെ നല്ല തിരക്കാട്ടോ. കണ്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ, ഒരുപാട് ഷിക്കാരകൾ ഉണ്ട്. കടകളിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും കാണാനില്ല, പക്ഷെ നല്ലൊരു ബഹളമുണ്ട് ഇവിടെ. ഒരബദ്ധം പറ്റി, അബദ്ധമല്ല കേട്ടോ, പുള്ളി എന്നെ പഠിച്ച പാട് വിളിച്ചതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായി കഴിച്ചുകൊണ്ട് എനിക്ക് അപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നില്ല, ഞാൻ കഴിച്ചില്ല. ഇപ്പോൾ ഒരുപാട് സമയമായി, ഒരു വസ്തു കഴിക്കാൻ കിട്ടിയിട്ടില്ല. നമ്മുടെ സുഹൃത്തിൻ്റെ സഹദ് കേട്ടോ, അവനിവിടെ ഫുഡിൻ്റെ പരിപാടിയാണ്. നമ്മളിപ്പോൾ ടൂർ വരുന്ന ആൾക്കാർക്കൊക്കെ, മലയാളീസിനൊക്കെ വേണ്ടിയിട്ട്, അല്ലാത്ത ആൾക്കാർക്കും നല്ല കിടിലൻ ഫുഡ് അവൻ എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പൊറാട്ടയും ബീഫും കഴിച്ചു, പൊറാട്ടയും വേറെന്തൊരു കറിയും കഴിച്ചു, പുട്ടും കടലയും കഴിച്ചു, പുട്ടും ബീഫും കഴിച്ചു, ബിരിയാണി കഴിച്ചു. നല്ല കിടിലൻ ഫുഡാണ്. അവനെ വിളിച്ചു നോക്കട്ടെ, അവൻ ഈ ലേക്കിലേക്ക് ഫുഡ് ഡെലിവറി ചെയ്യുന്ന പരിപാടി ഉണ്ടോ ചോദിച്ചു നോക്കട്ടെ. ഇപ്പോൾ ഒരു ബിരിയാണി കിട്ടി കഴിഞ്ഞാൽ പൊളിക്കും. See the guy is from Kerala, but he drove very nice. എനിക്കൊന്ന് തുഴയാൻ വേണ്ടി ചോദിച്ചിട്ടേ
പുള്ളി സമ്മതിക്കുന്നില്ല. നല്ല കാറ്റാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞിട്ട്. സംഗതി ശരിയാണ്, നല്ല കാറ്റാണ്, നല്ല പണിയെടുക്കണം. ഇത് ഈ കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ. ഞാൻ നമ്മുടെ ഷഹദ് ഭായിനെ വിളിച്ചു. അപ്പോൾ അവൻ പുറത്തെവിടെയാണ്, അവൻ ഫുഡ് കൊണ്ടുവന്ന് തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാനൊരു ഷിക്കാര ഓപ്പറേറ്റർ ആവും. നമ്മളെ പർവേഷ് ബ്രോന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ആശങ്ക ഉണ്ട് കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് വീണ്ടും ഇവിടെ ഈ ഗേറ്റിൽ പുള്ളി ഇറങ്ങി സിഗരറ്റ് വാങ്ങാൻ. അത്രേ ഇതിൻ്റെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് പോയി. പുള്ളിക്ക് പ്രായം ആയിട്ടില്ല, 28 വയസ്സായിട്ടുള്ളൂ, കല്യാണം കഴിച്ചിട്ടില്ല. എന്താ അവസ്ഥയല്ലേ. പോകുന്ന വഴിക്കുള്ള സകല കടയിലും നിർത്തുന്നുണ്ട് കേട്ടോ പുള്ളി. ഇത് വീണ്ടും സിഗരറ്റോ അഗൈൻ भैया उधर से सिगरेट नहीं लिया? उधर से वो खत्म हो गया, उधर फिनिश. कितना नंबर्स? 2 पैकेट्स उधर से खत्म. Finish. Bro. 10-15 मिनट में. Just no 15 minutes. Just 5-10 minutes like this. कितना एक पैकेट? Coming cigarette. कितना पैकेट? 2 packets. 2 पैकेट उधर से खत्म. Yeah, of course. സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ ആ ഗേറ്റില് ആ ഗാട്ടിന്റെ അവിടെ എന്നെ നിർത്തിയിട്ട് പുള്ളി പോയിട്ട് കുറച്ച് സമയം 10-15 മിനിറ്റ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ പുള്ളി സിഗരറ്റ് വാങ്ങാൻ പോയിക്കായിരുന്നു. എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഇപ്പൊ ഞങ്ങള് വെള്ളം എടുത്തിട്ട് ഷിക്കാര എടുത്തിട്ട് അവിടുന്ന് ഇപ്പൊ ഒരു 5 മിനിറ്റ് തുഴഞ്ഞിട്ടുണ്ടാവും. അത് 5-10 മിനിറ്റ് കഴിഞ്ഞ പുള്ളിയുടെ വീട്ടിലേക്കുള്ളൂ ദൂരം. 5 മിനിറ്റ് തുഴഞ്ഞിട്ട് ഇവിടെ ഒരു കടയിൽ എത്തിയിട്ട് അവിടെ വീണ്ടും നിർത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും വാങ്ങാനായിരിക്കുന്നു. അപ്പൊ വീണ്ടും സിഗരറ്റ് വാങ്ങിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചാണ് അപ്പൊ അവിടുന്ന് സിഗരറ്റ് വാങ്ങിച്ചില്ലേന്ന്. 2 പാക്കറ്റ് അവിടെ നിന്ന് തീർത്തു. ഇത്രേ പുള്ളി ഒറ്റക്കല്ല, പുള്ളിയുടെ ഫ്രണ്ട്സും ഉണ്ട്. എന്നാലും 15 മിനിറ്റോട് 2 പാക്കറ്റ് തീർക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇത് പരിപാടി? आपका लंग्स ഫിനിഷ്. ആ പുള്ളിക്ക് കാര്യം അറിയാം. ഇത് സ്പോഞ്ച് പോലെയുള്ള സാധനമാണെന്ന് പുള്ളിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് എനിക്കുണ്ട്. പക്ഷെ ഹിന്ദി അറിയില്ല. സ്പോഞ്ചിന്റെ ഹിന്ദി എന്താ? പാരഡൈസിലാണ് ജീവിക്കുന്നതെന്നാ പറയുന്നത് പുള്ളി. ഇനി നേരെ നമ്മൾ റൂമിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇപ്രാവശ്യം ഇവിടെ വന്ന് ഇറങ്ങിയതിൻ്റെ തൊട്ടടുത്ത ദിവസത്തെ കുറച്ച് അനുഭവങ്ങൾ നമുക്കൊന്ന് കാണാം. കൊച്ചിയിൽ നിന്ന് മുംബൈ വഴി ശ്രീനഗറിലേക്കായിരുന്നു ഫ്ലൈറ്റ്. ശ്രീനഗറിൽ ലാൻഡ് ചെയ്യുന്നതിൻ്റെ വെറും 10 മിനിറ്റ് മുമ്പാണ് തൊട്ടടുത്തിരുന്ന ഡോക്ടർ ഷെയ്ഖ് റുമാൻ എന്നയാളെ ഞാൻ പരിചയപ്പെട്ടത്. ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം നാളെ ഫ്രീ ആണെങ്കിൽ ഞാൻ വന്ന് പിക്ക് ചെയ്യാം, നമുക്ക് 1-2 സ്ഥലത്ത് പോകാം എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വന്നു. എന്നിട്ട് സ്കൂട്ടറിൽ കയറി ഞങ്ങൾ പുറപ്പെട്ടു. കുറച്ച് കിലോമീറ്റേഴ്സ് യാത്ര ചെയ്തിട്ട് നമ്മൾ ശ്രീനഗറിൻ്റെ തന്നെ വേറൊരു ഭാഗത്തെത്തി. ഇത് കുച്ചിയാർബൽ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇത് കശ്മീരിൻ്റെ ടൂറിസത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അതായത് ഇവിടെ വന്നവർക്കെല്ലാം അറിയാം, ദാൽ ലേക്കിന് ഒരുപാട് ഘാട്ടുകളുണ്ട്. ഗേറ്റ് 1 ഗേറ്റ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ദാൽ ലേക്കിലെ ടൂറിസം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഡിക്കേഡ്സ് എഗോ, ഫസ്റ്റ് ഗേറ്റ് അതായത് 1ാമത്തെ ഘാട്ട് ഇതായിരുന്നു. ഈ ഒരു സ്ഥലം ഇവിടെ നിന്നായിരുന്നു ടൂറിസ്റ്റുകൾ ഈ ഷിക്കാര വള്ളത്തിലൊക്കെയുള്ള യാത്ര തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി എന്നെ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ, പഴയ സ്ഥലം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഈ പാലത്തിൽ കൂടി നടന്ന് അവിടെ ഒരു വീട്ടിൽ പോകണത്രേ. എന്തിനാണെന്നറിയില്ല കേട്ടോ. പുള്ളി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. പുള്ളി ഇന്നലെ പറഞ്ഞായിരുന്നു നമുക്ക് മീൻ പിടിക്കാൻ പോകാമെന്നൊക്കെ. ഒരു പക്ഷേ അതിനായിരിക്കും. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ബാ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും പോയി നോക്കാം. ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ടല്ലോ, കണ്ടോ, ഒരു പാലം, അടിപൊളി പാലം. ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആ ഗേറ്റ് കടന്നിട്ടാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാലമാണ് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ ഇരുന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. 4 hours. ഓക്കെ. അതായത് നമ്മളിപ്പോൾ സാധാരണ ടൂറിസ്റ്റുകൾ ഷിക്കാര റൈഡ് ചെയ്യുന്ന ഒരു സ്പോട്ട് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന സ്പോട്ട് ഉണ്ടല്ലോ. അവിടുന്ന് അതായത് ഗേറ്റ് 1 ഒക്കെ ഉണ്ട്. ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഏകദേശം ഒരു 3-4 മണിക്കൂർ എടുക്കത്രേ. അത്രയും ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. എന്ത് നോക്കിയേ, എന്ത് ഭംഗിയാ നോക്കിയേ. ഇങ്ങനെ ദാൽ ലേക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ആ ഭാഗത്ത് കാണാൻ പറ്റില്ല. നിറച്ച് വള്ളങ്ങളുണ്ടാവും. അത് കൊള്ളാം. ഓഹോ ദേ മീൻ കിട്ടി. Is that rohu? Rohu? Yes. Yes. And we have also an Kashmiri fish. Kashmiri fish, another fish. Okay. Only 2 types of fishes. What is the name of that fish? That fish is sharp. Huh? Sharp. Yes. One is sharp and other is rohu. Oh, okay. വിന്ററിലൊന്നും വന്നു കഴിഞ്ഞാൽ മഞ്ഞ് കാണാം എന്നല്ലാതെ കാശ്മീരിൻ്റെ ആ ഒരു പച്ചപ്പിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും ഇവിടെ വന്ന് ഈ സീസണിൽ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ഡിഫറൻസ്. ബാക്കിലേക്ക് നോക്കി എന്ത് രസമാണ് കളേഴ്സ് കാണാൻ, നല്ല രസമല്ലേ പച്ചപ്പിൻ്റെ ആ ഒരു ഭംഗി.
അങ്ങനെ പോയിട്ട് നമ്മൾ അവിടെ ഒരു വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഫിഷിംഗ് റോഡും സംഭവങ്ങളൊക്കെ എടുത്തിട്ടോ. ഇനി ഒരു ബോട്ടിൽ പോകാമെന്നാണ് പുള്ളി പറയുന്നത്. യെസ്. നോക്ക്, ക്യാമറ എങ്ങോട്ട് വെച്ചാലും ഭയങ്കര കളറാട്ടോ. ആ ബൈക്കാട്ടോ, ആ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ആ നേരത്തെ കുട്ടികൾ നടന്നു പോയ വഴി കണ്ടില്ല, അതിങ്ങനെ ഒരുപാട് ദൂരം പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഈ ലേക്കിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വഴി ഉണ്ടാക്കിയിരിക്കാം കേട്ടോ. ഹിയർ. ഓക്കെ. പുള്ളി എനിക്ക് എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഓരോ വീടിൻ്റെ മുമ്പിലും നമ്മൾ ആലപ്പുഴയിലൊക്കെ കണ്ട പോലെ തന്നെ കേട്ടോ, അവിടെയൊക്കെ കണ്ടോ ഒരാൾ ഇരിക്കുന്ന കേട്ടോ. ഓരോ വീടിൻ്റെ മുമ്പിലും ഇതുപോലത്തെ സ്പേസ് ഉണ്ട് കേട്ടോ. അദ്ദേഹം വെയിൽ കൊള്ളാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരുപാട് വലിയ വെള്ളം അല്ലാത്തത് കൊണ്ടേ ബാലൻസ് ചെയ്തിട്ട് പോകണം. ഇച്ചിരി പണിയുണ്ട്. അയ്യാ, യെസ് ഫൈൻ. അപ്പോൾ ഞാൻ കയറി, ഇനി പുള്ളി കയറുന്നു. അടിപൊളി. അപ്പോൾ നമുക്ക് പോവാം. നമ്മളൊരു ടൂറിസ്റ്റായിട്ട് ദാൽ ലേക്കിലൂടെ ഷിക്കാരയിൽ പോകുന്നതും അത് നമ്മൾ കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതും ഇതും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ലോക്കൽ എക്സ്പീരിയൻസസ് കിട്ടും. ഇത് കണ്ടോ, ഇതൊരു പലചരക്ക് കടയാണ് കേട്ടോ, പ്രൊവിഷണൽ സ്റ്റോർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗുജിയാർബൽ എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള ഏക പലചരക്ക് കടയാണ് കേട്ടോ ഇത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ ബോട്ടിൽ വന്നിട്ടാണ് സാധനങ്ങൾ വാങ്ങി പോവുക. ഈ ബോട്ട് ഉണ്ടാക്കുന്ന മരം ദേവദാരു മരമാണ് കേട്ടോ, ദേവദാരു. ഞാൻ എത്തിപ്പോയി. 2 മുതൽ 3 ലക്ഷം വരെ ചിലവുണ്ട് ഇത്ര ഈ ഒരു ബോട്ടിന് വില വരുന്നത്. അപ്പോൾ ആ മരം കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മിക്കവാറും വീടുകളിൽ ഇത് ഒരെണ്ണുണ്ടാവും. നമ്മുടെ നാട്ടിൽ ബൈക്കും കാറും വാങ്ങുന്ന പോലെ ഇവിടുത്തെ ഓരോ വീട്ടുകാരും അവരുടെ ഒരു ഏറ്റവും ബേസിക്കായിട്ടൊരു ആവശ്യം ഇങ്ങനത്തെ ഒരു ബോട്ട് വാങ്ങാന്നുള്ളതാണ്. ബാക്കി കഴിഞ്ഞ ശേഷമുള്ളതാണ്. നദ്രു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ അത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ താമരയുടെ തണ്ട് കൊണ്ട് ഇവർ അച്ചാറിടും, വേറെ എന്തൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കും. അത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് കേട്ടോ അത്. കണ്ടോ, അതുപോലെ ലോട്ടസിൻ്റെ ഫ്രൂട്ടും അവർ കഴിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയുണ്ടല്ലോ, അത് ശരിക്കും നമ്മളൊരു റോഡ് പോലെ കണക്കാക്കിയാൽ മതി. ഇത് നമ്മളിൽ പോകുന്നത് റോഡാണ്. ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതൊക്കെ പ്രൈവറ്റാണ് കേട്ടോ. ഇതൊക്കെ പ്രൈവറ്റ് ഭൂമിയാണ്. അവിടെയും അതും കായൽ തന്നെയാണ്, ലേക്ക് തന്നെയാണ്, പക്ഷേ അത് പ്രൈവറ്റാണ്. അവിടെ അവർ നേരത്തെ പറഞ്ഞ പോലെ ഈ താമരയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ സൈഡിൽ കാണുന്നുണ്ടോ, ഇതും പ്രൈവറ്റാണ്. ഈ സൈഡിൽ കാണുന്നതൊക്കെ പ്രൈവറ്റാണ്. ഇത് മാത്രമാണ് പബ്ലിക്കായിട്ടുള്ള സ്ഥലം, നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ ഒരു വഴി മാത്രം. ഇത് കണ്ടോ, ഒരു പരുന്ത്. നമ്മുടെ അവിടെയൊക്കെ സാധാരണ കാണുന്ന പരുന്തിൻ്റെ തല വൈറ്റ് കളറല്ലേ, ഇത് കണ്ടോ ഫുള്ളായിട്ട് ഒരു ബ്രൗൺ കളറുള്ള പരുന്ത്. ഇത് കണ്ടോ, കാട് പിടിച്ചതുപോലെ ഒരു വീട്, പഴയ വീടാണേ. താമരേൻ്റെ ഇല വളരെ കുറച്ച് ഇങ്ങനെ കാണാൻ കിട്ടും അവിടെ ഇവിടേക്ക് ആയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ കുറേ ഇല്ലാത്തതെന്ന് ചോദിച്ചേ. അപ്പോൾ പറഞ്ഞത് താമരയുടെ തണ്ടിന് നല്ല തണുത്ത വെള്ളം വേണത്രേ. അപ്പോൾ ഈ സമയമാകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ സർഫസ് ചൂടായിരിക്കുമല്ലോ, അടിഭാഗത്ത് ഗ്രൗണ്ട് ലെവലിൽ വെള്ളം നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അതിൻ്റെ തണ്ട് ഇങ്ങനെ താഴേക്ക് പോകുന്നത്. ഇനി വിൻ്റർ സമയമാകുമ്പോൾ തണുപ്പാകുമ്പോൾ അപ്പോഴത്രേ മുകളിലേക്ക് വരിക. എന്തൊക്കെ അറിവാല്ലേ. ഒരു പരുന്തിരിക്കണമൊക്കെ. ഇത് പരുന്തല്ല കേട്ടോ, ഇത് വേറൊരു പക്ഷിയാണേ, റെഡ് ഐസ്. ഓക്കെ. ആ പക്ഷിക്ക് റെഡ് ഐസ് ആണ് കേട്ടോ, ചുവന്ന കണ്ണുകളാണെന്ന്. അതാണ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ആ പക്ഷീനെ. കുറെ നേരത്തെ മുതൽ എന്നോട് പറയുന്നുണ്ട് ഇവിടെ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പക്ഷി ഉണ്ട് എന്ന്. നോക്ക്, ഞാൻ ആ പക്ഷിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് ഒരു മീൻ ഇങ്ങോട്ട് ബോട്ടിലേക്ക് ചാടി വന്നു. പാവം, അയ്യോ, അതിനെ പിടിച്ച് വെള്ളത്തിലേക്ക് ഇടാം. ഗോ. ഇതെന്താ, മീനിന് ഭ്രാന്ത് പിടിച്ചോ? നമ്മൾ ചൂണ്ടൊക്കെ ആയിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എന്നാ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് ബോട്ടിലേക്ക് അങ്ങോട്ട് ചാടി വന്ന്. നമുക്ക് അങ്ങനെ സ്വമേധയാ വരുന്ന മീനുകളെ വേണ്ട, നമ്മളായിട്ട് പിടിക്കും, അത് മതി. എവിടെ അതാ വീണ്ടും മീൻ വന്നതാ. ഇതെന്താണ് മീൻ ഇങ്ങനെ ചാടി വരുന്നത് മനസ്സിലാവില്ല. അതാ മുമ്പ് ഒരെണ്ണം ചാടി ഇത്രേ, അത് ഒരെണ്ണം അതിൻ്റെ അകത്തുണ്ട്, അത് ചത്തുപോയി. പക്ഷെ ഇപ്പൊ ഒരെണ്ണം ചാടിയതും ഈ ഗ്യാപ്പിൽ കൂടി ഇതിൻ്റെ അകത്തേക്ക് പോയി. അതിനെ ഇനി എടുക്കാൻ കിട്ടൂല. പ്യൂർ സൈലൻസ്. അവിടെ ടൂറിസ്റ്റുകാരുടെ ഒരു ബഹളാണല്ലോ. ഇങ്ങനത്തെ സ്ഥലത്ത് എന്തൊരു സൈലന്റ്, ഒരു ശബ്ദമല്ല. അടിപൊളിയാട്ടോ. ശരിക്കും കണ്ണടച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നേച്ചറിന്റെ പക്ഷികളുടെ ഒക്കെ ചെറിയ ശബ്ദം അല്ലാതെ വേറെ ഒരു ശബ്ദവും കേൾക്കാൻ പറ്റില്ല. പറയുമ്പോൾ നമ്മൾ ശ്രീനഗർ സിറ്റീൻ്റെ ഒരു പ്രിമൈസിസ് തന്നെയാണ്. എന്നിട്ടും ഈ മീനുകൾ ഇങ്ങനെ ദൂരെ നോക്കിയപ്പോൾ വെറുതെ ഇങ്ങനെ ചാടുന്നുണ്ട്. ഈ ഡോൾഫിനൊക്കെ ചാടൂല, അതുപോലെ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. ആ സമയത്ത് ബോട്ടിലേക്ക് ആയി പോകുന്നതായിരിക്കും. വൈ അതായത് ഇത് ഭയങ്കര സേഫ് ആയിട്ടുള്ള ലേക്കാണെന്ന്. പല സ്ഥലത്തും ലേക്കുകളുണ്ടെങ്കിലും അവിടെയൊക്കെ പാമ്പോ അല്ലെങ്കിൽ മുതലോ ഒക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം, പേടിക്കേണ്ട ഒരു സംഭവം ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. നമുക്ക് മീൻ പിടിച്ചാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ പുള്ളി. മീൻ പിടിക്കാം. ഓക്കെ, യു ഫോർഗെറ്റ്.
Yes, I forgot. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് മീനിനെ പിടിക്കാൻ ചൂണ്ടയിൽ കൊരിക്കാനുള്ള സാധനം പുള്ളി എടുക്കാൻ മറന്നു. അപ്പോൾ അവിടെ ഈ കാടിൻ്റെ അപ്പുറത്തൊരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. പുള്ളീൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ കടം വാങ്ങിച്ചതാണ്. ഞാൻ ബോട്ട് കുറച്ച് പുറകിലേക്ക് എടുക്കാൻ പറഞ്ഞു, കാരണം എനിക്ക് ഈ മീൻ പിടിക്കുന്ന ആളെ കാണുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളിയും ഒരു ബോട്ടിലാണ് കേട്ടോ, കരയിലൊന്നുമല്ല. വാട്ട് എക്സാക്ട്ലി ഇസ് ദാറ്റ്? ഈസ് ദാറ്റ് വീറ്റ് ഫ്ലോർ? Wheat flour, yes. ഓക്കെ ഓക്കെ. ഗോതമ്പപ്പൊടിയാണ്, ആട്ട. എവിടെ പോയാലും നമുക്കൊരു മീൻപിടുത്തം മസ്റ്റാണ്. ഓക്കെ 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 ഓക്കെ. പുള്ളി ഞാൻ വെയിലത്തിരിക്കുന്ന കണ്ടപ്പോൾ യെസ് പുള്ളി എനിക്ക് കുട തന്നതാണ്, പക്ഷേ അത് പൊട്ടിയിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ ഫുൾ സംഭവങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും. നമുക്കറിയാം കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കേട്ടോ ദാൽ ലേക്ക്. അതായത് ഈ കാണുന്ന പോലെ ഒന്നല്ല, 18 മുതൽ 22 വരെ സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഏരിയ. ഈ 18 to 22 ഇത് പറയാൻ കാരണം ഈ വെള്ളം പൊങ്ങുമ്പോൾ കുറച്ചും കൂടി ഏരിയ കൂടുമല്ലോ, വെള്ളം കുറയുമ്പോൾ കുറയും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇതിന് പറയുന്ന പേര് കശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നാണ് ദാൽ ലേക്കിനെ പറയുന്ന പേര്. അതുപോലെ തന്നെ ഇത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അർബൻ ലേക്കുകളിൽ ഒന്നുകൂടിയാണ് കേട്ടോ. കിട്ടി. Okay. റോഹു Rohu. കണ്ടോ, അത്യാവശ്യം വലിയൊരു മീനെ കിട്ടിട്ടോ, അടിപൊളി. യെസ്. Here is some water. ഇതിനുള്ളിൽ കുറച്ച് വെള്ളം കിട്ടോ, അതിനകത്ത് ഇട്ട് വെക്കുകയാണ് മീനിനെ. ഇതാണ് കേട്ടോ നദ്രു എന്ന് പറഞ്ഞല്ലേ, താമരൻ്റെ തണ്ട്. ഇതുകൊണ്ട് ഇവരെന്തൊക്കെ ഉണ്ടാക്കും, അച്ചാറൊക്കെ ഇടും. അച്ചാർ ഞാൻ കഴിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് താഴെ പോയി കിടക്കണേ കണ്ടോ, തണുത്ത വെള്ളത്തിന് വേണ്ടിയിട്ട്. Turnip, fishes, and nadru. നദ്രു. ഓക്കെ. And it tastes great. ഗ്രേറ്റ്. മീനും സ്വീറ്റ് റാഡിഷ് ഇല്ല നമ്മുടെ മുള്ളങ്കി, അതിൻ്റെ ഒരു വെറൈറ്റിയാണ് എനിക്ക് തോന്നുന്നത്. അതും ഫിഷും പിന്നെ ഇതും നദ്രു എന്ന് പറയുന്നത് താമരത്തണ്ടും കൂടിയിട്ട് വെക്കുന്നൊരു സംഭവമാണ്. ഒരു ഡിഷ് ഉണ്ട് ഇത്രേ, അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. കണ്ടോ, നമ്മളെ വെണ്ടക്കൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമോ അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ തണ്ട് മുറിച്ചാൽ. കണ്ടോ, ഇത് ഇവർക്ക് ഇഷ്ടമാണ്. ഇത് പല രീതിയിൽ കുക്ക് ചെയ്തിട്ട് ഇവർ കഴിക്കും. ചൂണ്ടയിടാൻ പോയാൽ അറിയാലോ, കുറേ സമയം ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും. ക്ഷമയില്ലാത്തവർക്കും ഈ ഫിഷിങ് ഹോബി അല്ലാത്തവർക്കും ഇത് പറ്റിയ പരിപാടിയല്ല. അപ്പോൾ നമ്മളത് ഇട്ടിട്ട് ഇങ്ങനെ കാത്തിങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴാണ് പതുക്കെ ഒരു പാട്ട് കേൾക്കുന്നത്. നമ്മുടെ സുഹൃത്ത് ഇങ്ങനെ പതുക്കെ മൂളിപ്പാട്ട് പാടുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു പുള്ളിക്ക് പാട്ട് പാടാൻ അറിയുമെന്ന്. അപ്പോൾ പുള്ളി പാടാമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് കേൾക്കാം. अफसोस दुनिया कथमाज जायो क्या जियायो खवलई जलसी. എന്താ അടിപൊളിയായിട്ടാണ് പുള്ളി പാടുന്നത്. हर वन मेरी आंखें गलगेट मेरा दिल सनमग मेरी जुल्फे निशात गाल कातिल. कश्मीर हूँ मैं, कश्मीर हूँ मैं, कश्मीर हूँ मैं. हर वन मेरी आंखें डलगेट मेरा दिल सनमग मेरी जुल्फे निशात गाल कातिल. कश्मीर हूँ मैं, कश्मीर हूँ मैं, कश्मीर हूँ मैं. हर वन मेरी आंखें. सबने यहाँ राजनीति को समझा है एक धंधा, कर लेते हैं कर लेने दो अपना दामन गंदा. कल तक मेरे सर पे जो था हीरों का ताज, कुछ लोगों ने मिलके वो हाल किया है आज. रेगिस्तान हूँ मैं, कश्मीर हूँ मैं, कश्मीर हूँ मैं. हर वन मेरी आंखें डलगेट मेरा दिल सनमग मेरी जुल्फे निशात गाल कातिल. ഇത് പുള്ളി എഴുതിയ പാട്ടാണ് കേട്ടോ. ആദ്യം ഒരു പാട്ട് പാടി, അത് കശ്മീരി സോങ് ആണ്, അത് വേറെ ഏതൊരു സോങ് ആണ്. പക്ഷേ രണ്ടാമത് ഞാൻ പറഞ്ഞിട്ട് പുള്ളി പാടിയ പാട്ട് പുള്ളി എഴുതിയതാണ്. പുള്ളി കുറേ പാട്ട് എഴുതിയിട്ട് ഇത്ര. പുള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീക്ക്നെസ് ഇതാണെന്നാണ് പറഞ്ഞത്, പാട്ടുകൾ എഴുതുക എന്നുള്ളത്. അത് കണ്ടോ, പുള്ളി എന്തോ ഒരു കമ്പിട്ടിട്ട് ഇങ്ങനെ കുത്തുന്നുണ്ട്. അപ്പോൾ നാളെ ഷൂട്ട് ചെയ്തപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലൊരു ചെറിയൊരു വള്ളം ഇങ്ങനെ വരുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് വിൽക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്ത ഈ സ്ഥലത്ത് പുള്ളി എന്തിനാണ് ഇത് വിൽക്കാൻ നടക്കുന്നതെന്ന്. അപ്പോൾ പുള്ളിയുടെ വീട് ഇവിടെയാണ്. പുള്ളി ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ആ ഭാഗം ഉണ്ടല്ലോ, അങ്ങോട്ട് കച്ചവടം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഒരു ചെറിയ പ്ലേറ്റ് കാണിച്ചത് അതിന് 200 രൂപ. അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ട് 150 ആക്കിയിട്ടുണ്ട്. യു ഹാവ് യൂട്യൂബ് ചാനൽ? ഇപ്പൊ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മൂക്ക് താഴത്തേക്കായിട്ടുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്.
റൂമിൽ നിൽക്കുമ്പോൾ അതൊക്കെ ഫുഡ് കഴിക്കാൻ താഴേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം വന്നത്. അത് കാരണം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ. താങ്ക് യു. ടേക്ക് 1 more piece. No. For me. No. For me. പുള്ളിക്ക് ഈ മസ്ക് മെലൺ മാത്രം മതി എന്നിട്ട് ഒരു പീസ് കഴിച്ചിട്ട് ഒറ്റ പീസ് പുള്ളി വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോട് കഴിക്കാൻ പറയണം. എൻ്റെ ഈ സിറ്റുവേഷനിൽ എന്തായാലും ഇത് നിർബന്ധമായിരുന്നു. അദ്ദേഹം ഇതിൽ പോയത് എനിക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല എന്നുള്ളൂ. കാരണം പുള്ളി എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കണം. എനിക്ക് ഒരാളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടും വേണ്ടി വെച്ചിട്ട് ഞാൻ പുള്ളിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ല. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇനിയിപ്പോൾ 7 മണിക്ക് തിരിച്ച് എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ ഇനി ഒന്നും കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു മനുഷ്യൻ ഇതുവഴി പാസ് ചെയ്തത്. അടിപൊളി. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് പ്രശ്നം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അധികം ടൂറിസ്റ്റുകൾ വരാത്തൊരു സ്ഥലത്തേക്ക് വന്നതാണ് നമ്മൾ. അപ്പോൾ ഈ ഭാഗത്ത് മീൻ പിടിക്കുന്ന പരിപാടി നിരോധിച്ചിട്ടുണ്ട് ഇത്രേ. അതിപ്പോൾ ഇപ്പോഴാണ് അറിഞ്ഞത്, ഒരാൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരിപാടി നിർത്തി കേട്ടോ. റിസ്ക് എടുക്കണ്ട, എനിക്ക് വയ്യ ഓരോ പണി മേടിച്ച് കൂട്ടാൻ. ഒരുപാട് പണ്ട് മുതലേ ഈ ദാൽ ലേക്ക് ഒരു ലെഷർ പോയിൻ്റാണ് കേട്ടോ. അതായത് ആൾക്കാർ റിക്രിയേഷന് വേണ്ടിയിട്ട് വരുന്ന സ്ഥലമാണ്. ഹിസ്റ്ററി നോക്കുമ്പോൾ നമ്മുടെ മുഗൾ ഭരണകാലത്തൊക്കെ ഈ ജഹാംഗീർ, ഷാജഹാൻ ചക്രവർത്തിമാരൊക്കെ അവരുടെ ഒരു ലെഷറിനായിട്ട് ഇങ്ങോട്ട് വരാറുണ്ട് അത്ര. അവരുടെ ഒഴിവുകാലം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഈ ദാൽ ലേക്ക് ചൂസ് ചെയ്യാറുണ്ട് അത്രേ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പുരാതന കാലത്ത് ദാൽ ലേക്ക് ഒരിക്കലും ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലമായിരുന്നില്ല. ഇതൊരു വാട്ടർ വേ ആയിരുന്നു. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും കാണാറില്ലേ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഇവരുടെ സാധനങ്ങളൊക്കെ, ഇവർ കൃഷി ചെയ്യുന്ന പച്ചക്കറിയും മറ്റു സംഭവങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാട്ടർ വേ ആയിരുന്നു ഒരുപാട് പണ്ട് കാലത്ത് ദാൽ ലേക്ക്. കശ്മീരിൻ്റെ ചരിത്രത്തിൽ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു തടാകമാണിത്. ദ മുഗൾ ഗാർഡൻസ്. Mughal Gardens. Yes. Here is Nishat. The other one is Shalimar. ഞാൻ ഈ മുഗൾ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ പുള്ളി ഓർമ്മിപ്പിച്ചാണ് കേട്ടോ എന്നെ. നമുക്കറിയാം ഈ ഇവിടുത്തെ മുഗൾ ഗാർഡൻസിനെ കുറിച്ചിട്ട്. അത് ആ ഭാഗത്താണ് അത്രേ. ഷാലിമാറും പിന്നെ വേറെ 2 ഗാർഡൻസ് ഉണ്ടല്ലോ, അതൊക്കെ ആ ഭാഗത്താണെന്നാണ് പറഞ്ഞത്. तू है जो मजनू मलाला हूँ तेरी, ढूंढे तुझे तेरी राहों में ये दिल, ढूंढे ये फिर कोई तेरी निशानी। तू मेरा दिल मैं तेरी दीवानी, तू मेरा सच मैं तेरी कहानी, ढूंढे तुझे तेरी राहों में ये दिल, ढूंढे ये फिर कोई तेरी निशानी. Is there any trap? Yes, it's a trap. ഓക്കെ. അത് ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് വീടിൻ്റെ മുകളിലൊരു സംഭവമുണ്ട്, അത് കാണിച്ചു തന്നാണ് പുള്ളി. ദൂരെ കാണുന്ന ഈ വീടിൻ്റെ മുകളിൽ കണ്ടോ ഒരു സംഗതി, ഇതൊരു ട്രാപ്പാണ് അത്രേ. അത് പ്രാവിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അതിൻ്റെ മുകളിൽ നമുക്ക് വീഡിയോയിൽ കാണാറില്ല, ഉണ്ട് ചെറിയ വെള്ളപ്രാവ് ഇരിക്കുന്നുണ്ടോ, അത് അവരുടെ സ്വന്തം പ്രാവാണ്. അത് മറ്റുള്ള പ്രാവുകളെ അട്രാക്റ്റ് ചെയ്യും ഇത്രേ. എന്നിട്ട് അവരെ പിടിക്കാനുള്ള എന്തോ സംവിധാനം അതിനകത്തുണ്ട്. അതൊരു പീജൻ ട്രാപ്പാണ്. ദാറ്റ് മസാക്കലി ഈസ് എ ഡിഫറെൻറ്റ് സ്പീഷീസ്. Like they have peacock tail. ഓക്കെ. Peacock. സാധാരണ വൈറ്റ് പീജൻ ആണ് അവർക്ക് പിടിക്കുന്നത്. അതിന് മാർക്കറ്റിൽ 3000 രൂപയ്ക്ക് ഒരെണ്ണത്തിന് വില ഉണ്ട് തരാം. അവരത് വിൽക്കുക ചെയ്യുക. മസാക്കലി എന്ന് പറയുന്ന റേറ്റ് ഉണ്ട് കേട്ടോ. മസാക്കലി അതിനെയാണ് കിട്ടുന്നതെങ്കിൽ അതിന് 6000-7000 ഒക്കെ വില ഉണ്ട് തരാം. പിന്നെ മുകളിൽ നല്ല സെറ്റപ്പിൽ അടിപൊളിയായിട്ട് കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ ട്രാപ്പ്. താഴത്ത് കണ്ടോ അവരെ അട്രാക്ട് ചെയ്യാൻ വെച്ച പ്രാവുണ്ട്. മുകളിൽ ഒരെണ്ണം വന്ന് നിൽക്കുന്നുണ്ട്. അതിനി ആ ട്രാപ്പിൽ പെട്ടാൽ അതിനെ കിട്ടും. കണ്ടോ മുകളിൽ ഒരെണ്ണം വന്നിരിക്കണ്. അവിടെയൊക്കെ പുള്ളിയുടെ ഫ്രണ്ട്സാണ്, അവരൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ആ വന്ന വഴി തന്നെ കോഴി കൂവുന്നുണ്ടോ, കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിലാണ് വീടെങ്കിലും അവർ കോഴീനെയൊക്കെ വളർത്തുന്നുണ്ട്. ഇവിടെ നിറയെ കോഴി ഉണ്ടല്ലോ. ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട പലചരക്ക് കടയാണ് കേട്ടോ. ഹൗ ഓൾഡ് ഇറ്റ് ഈസ്?
ഇത് എത്ര കാലം പഴക്കമുണ്ട് ഈ ഷോപ്പ് എന്ന് ചോദിച്ചാണ്. പുള്ളി ആലോചിക്കുകയാണ്. അപ്പോൾ വണ്ടി പോയി ഇടിച്ചു കേട്ടോ. 66 ഇയേഴ്സ്, 66 കൊല്ലം പഴക്കമുള്ള കടയാണ് കേട്ടോ. ആ പുള്ളി എന്തോ വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ട് നിർത്തിയത്. എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പഴയ ഏക കടയായിട്ടുള്ള 66 കൊല്ലം പഴക്കമുള്ള ഈ കടയിൽ നിന്നാണ് നമ്മൾ കൂൾ ഡ്രിങ്ക്സ് വാങ്ങിക്കുടിക്കുന്നത്. നൈസ് നൈസ്, താങ്ക് യു. ഇത് കണ്ടോ, ആൾക്കാർ നടന്നു പോകുന്ന വഴി നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഈ വഴി. ഇതൊക്കെ മരത്തിൻ്റെ, ഇതൊക്കെ എങ്ങനെയാണ് ഇത് പീരിയോഡിക്കലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോന്നാവും അല്ലേ, അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നോക്കി. ആൾക്കാർ അതിൻ്റെ കൂടെ നടന്നു പോകുന്നത്, കുട്ടികൾ പോകുന്നതൊക്കെ ഈ കൂടിയാണ്, സ്കൂളിലേക്കൊക്കെ പോകുന്നതൊക്കെ ഈ വഴി തന്നെ ആയിരിക്കും. നോക്ക്, നോട്ട് മെയ്ഡ് ബൈ ഗവൺമെൻറ്. ഈ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർ അവരുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ നടവഴി, നടപ്പാലം എന്നൊക്കെ പറയാം. അവരെല്ലാ വർഷവും ഇതിൻ്റെ ഈ മുകളിൽ വിരിച്ച പലക അതൊക്കെ മാറ്റിത്രേ. അയ്യോ, അപ്പോൾ എന്ത് ചിലവുണ്ടാവും. നമ്മളിപ്പോൾ നമ്മളെ ഈ ബോട്ട് റൈഡ് തുടങ്ങിയ സ്പോട്ടിലെത്തിട്ടോ. हार गई वो जो रानी थी तेरी, खत्म हुई वो जवानी भी मेरी, समझो ना दुनिया इस एक कहानी, ये मेरी आंखों से छलका है पानी, तू है जो शायर मैं मुर्शिद हूँ तेरी, तू है जो कागज कलम हूँ मैं तेरी, ढूंढे तुझे तेरी राहों में ये दिल, ढूंढे ये फिर कोई तेरी निशानी, तू मेरा दिल मैं तेरी दीवानी, तू मेरा सच मैं तेरी कहानी. അങ്ങനെ 2 വ്യത്യസ്തമായ ദിവസങ്ങളിലെ ദാൽ ലേക്ക് അനുഭവങ്ങളോടെ ഇപ്രാവശ്യത്തെ കാശ്മീർ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.